എവ്രിവൺ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? ചാപ്റ്റർ 5 ഡെസിമൽ ഫോംസ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മെഷറിംഗ് ലെങ്ത് ആണ്. അതിന് മുൻപായിട്ട് മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഡെസിമൽ നമ്പേഴ്സ്? ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നതാണ് ഡെസിമൽ നമ്പേഴ്സ് അല്ലേ? അതായത് പോയിന്റ് വരുന്ന നമ്പേഴ്സ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1.5 അല്ലെങ്കിൽ ഒരു 2.25, 6.7. ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? ആരാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്? ഒരു പോയിന്റ് വന്നിട്ടുണ്ടല്ലോ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഈ പോയിന്റ് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്ത് പറയാം? ദശാംശ സംഖ്യകൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു സ്കെയിലിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ സ്കെയിലിൽ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ നമ്പർ മാർക്ക് ചെയ്യുക? ഇപ്പോൾ നമുക്കൊരു 2 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് 2 സെൻറ്റിമീറ്റർ വരയ്ക്കണതെന്ന്. ഒരു 2.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈൻ വരയ്ക്കാനാണ് നമ്മളുടെ അടുത്ത് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്കെയിലിൽ മാർക്ക് ചെയ്യുക? അതായത് നമ്മുടെ സ്കെയിലിൽ 1, 2, 3, 4 അങ്ങനെ മെഷറും രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഈ സംഖ്യകളുടെ എല്ലാം ഇടയിൽ ചെറിയ വരകൾ കണ്ടോ? ചെറിയ ചെറിയ വരകൾ കണ്ടോ? എത്ര എണ്ണം ഉണ്ട് ഒരു 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ? 10 ചെറിയ ചെറിയ വരകളുണ്ട് അല്ലേ? അതായത് 2.5 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കാം? 0 തുടങ്ങി 2 വരെ വരയ്ക്കും, പ്ലസ് എന്തും കൂടെ വരും, ഒരു 0.5 ഉണ്ടല്ലേ? അതായത് ഓരോ ചെറിയ ലൈനുകളുമാണ് 0.1, 0.2 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര നമ്പർ എടുക്കണം? 0.5 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എത്ര വരും? ഇവിടെയാണ് നമ്മുടെ ലൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈൻ എങ്ങനെയായിരിക്കും? ഇതാണ് 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത്ത്. ഇങ്ങനെയാണ് നമ്മൾ സ്കെയിലിൽ ഡെസിമൽ നമ്പർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡെസിമൽ നമ്പേഴ്സ്, പോയിന്റ് വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്, കൂട്ടുന്നത് എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്നെല്ലാമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കടന്നാലോ? ഡിഫറെൻറ്റ് മെഷേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എന്താണ് ഡിഫറെൻറ്റ് മെഷേഴ്സ്? അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്കെയിലിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ എത്ര ചെറിയ ലൈനുകളുണ്ട്? 10 ചെറിയ ലൈനുകളുണ്ട്. അതായത് എത്രയാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്? 10 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? 1 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ സെൻറ്റിമീറ്ററിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്റർ ആണ്. അതുപോലെ തന്നെ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10 സെൻറ്റിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്റർ ആണ്. ക്ലിയർ ആയോ? ഒരു 6 മെഷേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു മെഷേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്ന അളവിനെ എങ്ങനെയാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മീറ്ററിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. Sachin measured the length of a table as 1 meter and 13 centimeter. How do we say it in meters? അതായത് നമ്മുടെ സജിൻ ഒരു ടേബിളിൻ്റെ മെഷർ നോക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 1 മീറ്റർ അതേപോലെ തന്നെ 13 സെൻറ്റിമീറ്ററും കിട്ടി. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടലായിട്ട് മീറ്റർ അളവിൽ പറയണം. എങ്ങനെയാണ് പറയാം? അതായത് 1 മീറ്റർ തന്നിട്ടുണ്ട്, അതിന് നമുക്ക് ഒന്നും ചെയ്യേണ്ട. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ 13 സെൻറ്റിമീറ്ററിനെ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ 13 സെൻറ്റിമീറ്ററിനെ എങ്ങനെയാണ് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഈ 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 13/100 മീറ്റർ ആണ്. ഓക്കെ, ഈ 13/100 നമുക്ക് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക? നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? 100 ആണല്ലേ? 100ന് എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ എഴുതുക? ഡിനോമിനേറ്ററിലെ നമ്പറിൻ്റെ സീറോസ് നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ എത്രയാണ് നമ്മുടെ നമ്പർ? 13 ആണ് അല്ലേ? എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റ് ഇടണം അല്ലേ? ഡെസിമൽ നമ്പറാണ് ആൻസർ വരുന്നത്. അപ്പോൾ എത്ര വരും? 2 സ്ഥാനം നീക്കി നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അപ്പോൾ 0.13 മീറ്റർ ആണ് എന്ത്? 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്?
നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 1 മീറ്റർ 13 സെൻറ്റിമീറ്റർ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മുടെ ആൻസർ എത്രയാണ്? 1.13 മീറ്റർ. ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തതെന്ന് മനസ്സിലായോ? ഇതേപോലെ തന്നെ ചെയ്യണ വേറൊരു ചോദ്യം നോക്കിയാലോ? ഓക്കെ. Vinu measured the length of a table as 1 meter, 12 centimeter and 4 millimeters. How do we say it in terms of a meter? അതായത് വിനു ഒരു ടേബിളിൻ്റെ മെഷർ നോക്കിയപ്പോൾ എത്ര കിട്ടിയേ? 1 മീറ്റർ, 12 സെൻറ്റിമീറ്റർ, 4 മില്ലിമീറ്റർ. 3 അളവിലാണ് വിനുവിൻ്റെ ടേബിളിൻ്റെ മെഷറിൻ്റെ അളവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യാം. എന്താണ് നമുക്ക് ചേഞ്ച് ഇല്ലാത്തത്? ഈ 1 മീറ്ററിനെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട. ഏതാ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടേ? ഈ 12 സെൻറ്റിമീറ്ററിനെയും ഈ 4 മില്ലിമീറ്ററിനെയും എന്ത് ചെയ്യണം? നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 12 സെൻറ്റിമീറ്ററിനെ എന്താക്കാം? മില്ലിമീറ്ററിലേക്ക് ആക്കാം. അപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്ററാ? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആയിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു. എത്രയായിരുന്നു? 10 മില്ലിമീറ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ 12 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യാം? 12 × 10, അതായത് എത്ര വരും? 120 മില്ലിമീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇനി എന്തുണ്ട് എക്സ്ട്രാ? ഒരു 4 മില്ലിമീറ്റർ കൂടി ഉണ്ടല്ലേ? അപ്പോൾ എത്ര വരും? ഒരു 4 മില്ലിമീറ്റർ കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ എത്ര വരും ആഡ് ചെയ്യുമ്പോൾ? 124 മില്ലിമീറ്റർ ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു 1 മീറ്ററും 124 മില്ലിമീറ്ററുമാണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ മില്ലിമീറ്ററിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം? മില്ലിമീറ്ററിനെ എങ്ങനെയാണ് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം? എന്ത് ചെയ്യണം? 124നെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഇടുക? 124 എഴുതണം. എത്ര സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം? ഇവിടെ നമ്മുടെ നമ്പർ ഏതാണ്? 1000 ആണല്ലേ? അതായത് എത്ര സ്ഥാനം നീക്കണം? 3 സ്ഥാനം. 1, 2, 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 0.124 മീറ്റർ. ക്ലിയർ ആയോ? ഇനി എന്താണ് നമ്മുടെ ആൻസർ വരാൻ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 1 മീറ്റർ, 12 സെൻറ്റിമീറ്റർ, 4 മില്ലിമീറ്റർ. എന്താണ് ആൻസർ? 1.124 മീറ്റർ. നമ്മൾ എന്ത് ചെയ്തു? ആ 3 സ്പ്ലിറ്റ് ആയിട്ട് തന്ന മെഷറിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്തു? മീറ്ററിലേക്ക് ആക്കി എഴുതി. ക്ലിയർ ആയോ? എങ്ങനെയാണ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുന്നത്, എങ്ങനെയാണ് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെസിമൽ നമ്പർ, നമ്മുടെ പോയിൻ്റ് നമ്പേഴ്സിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ്. നോക്കാം നമുക്ക് ഒരു ചോദ്യം. റൈറ്റ് 1.45 മീറ്റർ ഇൻ സെൻറ്റിമീറ്റർ. എന്ത് ചെയ്യണം? 1.45 മീറ്ററിനെ നമുക്ക് എന്താക്കി എഴുതണം? സെൻറ്റിമീറ്ററിലേക്ക് എഴുതണം. എങ്ങനെയാണ് എഴുതുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര മീറ്റർ തന്നിരിക്കുന്നത്? 1.45 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1.45 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 1.45 × 100. എത്രയാണ് ഇതിൻ്റെ ആൻസർ വരാം? നമ്മൾ എന്താ ചെയ്യാം? 145 പിന്നെ ഒരു 0യും കൂടി എക്സ്ട്രാ ഇല്ലേ? ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. പിന്നെ എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം അല്ലേ? ഇവിടെ നോക്കിക്കേ, എത്ര പൊസിഷൻ നീക്കി പോയിന്റ് ഇട്ടുണ്ട്? 2 സ്ഥാനം. ഈ 5, 4 അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് എന്ത് നമ്മുടെ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം? 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ ആൻസറിൽ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? ഈ 2 0ൻ്റെ തൊട്ടിപ്പുറത്താണ് എന്ത് വരുന്നത്? നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 145 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ 1.45 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാ? 145 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതേപോലെ തന്നെ ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 0.95 മീറ്ററിനെ നമുക്ക് എന്താക്കണം? സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അതായത് ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാ? 100 സെൻറ്റിമീറ്ററാ. അപ്പോൾ 0.95 മീറ്റർ എന്ന് പറയുന്നത് 0.95 × 100 സെൻറ്റിമീറ്റർ അല്ലേ? എത്ര വരും ആൻസർ? 95. പിന്നെ എന്ത് ചെയ്യണം? ഈ 100ൽ 2 സീറോസും ചേർക്കണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? 2 സ്ഥാനം നീക്കി. നമ്മുടെ ഇവിടെ 2 സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എന്ത് ചെയ്യണം? 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ എവിടെയാണ് പോയിന്റ് വരുന്നത്? ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 95 സെൻറ്റിമീറ്റർ. എത്രയാണ്? 0.95 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാ? 95 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? എളുപ്പമല്ലേ? മനസ്സിലായോ? ഓക്കെ.
അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ എങ്ങനെയാണ് നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതുന്നത്? നമ്മൾ ടെൻസ്, ഹൺഡ്രഡ്സ്, 1000 അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ പ്ലേസ് വാല്യൂ എഴുതുന്നത്. ഡെസിമൽ നമ്പറിൻ്റെ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കൊരു ചോദ്യം നോക്കിയാലോ? ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ചോദ്യം എന്താണ്? 1.42നെ നമുക്ക് എന്താക്കണം? പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? അതായത് പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 1ൻ്റെ പൊസിഷനിൽ വരുന്ന ഏതായിരിക്കും? ഈ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ വൺസിൻ്റെ പൊസിഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ വൺസിൻ്റെ പൊസിഷൻ. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്? ഇത് 1/10th പൊസിഷനാണ്. ക്ലിയർ ആയോ? അതേപോലെ തന്നെ ഈ 2 എന്ന് പറയുന്നത് 1/100th പൊസിഷനാണ്. ക്ലിയർ ആയോ? അപ്പോൾ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? 1 × 1. 1ൻ്റെ പൊസിഷൻ എന്താണ്? 1ൻ്റെ തന്നെയാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ എന്ത് എഴുതണം? പ്ലസ് ഏതാണ് നമ്പർ? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നമ്പർ ഏതാണ്? നമ്മുടെ 4 എന്ന് പറയുന്ന നമ്പറാണ്. എത്രയാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ കിടക്കുന്നത്? × 1/10 പ്ലസ് അടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. ഏതാണ് പ്ലേസ് വാല്യൂ കിടക്കുന്നത്? 1/100 ആണ്. 1/100 ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ എഴുതുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, വേറൊരു ചോദ്യം നോക്കിയാലോ? 126.360 ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാം? നമ്മൾ പോയിന്റിന് മുന്നുള്ള നമ്പേഴ്സ് നമ്മൾ സാധാരണ 1, 10, 100 അങ്ങനെ നോക്കുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ ഈ 6 ആണ് 1ൻ്റെ പൊസിഷനിൽ, 2 എന്ന് പറയുന്നത് 10ൻ്റെ പൊസിഷനിലാണ്, അതേപോലെ 1 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 1/10, 6 എന്ന് പറയുന്നത് 1/100, ഇവിടെ 0 എന്ന് പറയുന്നത് എന്ത് വരും? 1/1000. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് എഴുതുന്നത്? എങ്ങനെ വരും? ഫസ്റ്റ് നമ്പർ ഏതാണ്? 1 × എത്രയാണ് പ്ലേസ് വാല്യൂ? 100 പ്ലസ് 2 × അതിൻ്റെ പ്ലേസ് വാല്യൂ ഏതാണ്? 10 പ്ലസ് നെക്സ്റ്റ് നമ്പർ ഏതാണ്? 6 × പ്ലേസ് വാല്യൂ എത്രയാണ്? 1 ആണ് പ്ലേസ് വാല്യൂ പ്ലസ് ഇനി വന്നത് ഏതാണ്? നമ്മുടെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് അല്ലേ? അതിൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെ എഴുതാം? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ ഏതാ? 3 ആണല്ലേ? അപ്പോൾ എന്ത് വരും? 3 × 1/10 പ്ലസ് അതേപോലെ തന്നെ 6 × 1/100 പ്ലസ് 0 × 1/1000. 0 വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, ക്ലിയർ ആയോ? വേറൊരു ചോദ്യം നോക്കിയാലോ? 0.007 ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇത് ഏതിൻ്റെ പൊസിഷനിലാണ്? 1ൻ്റെ പൊസിഷനിലാണ് അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതാ? 1/10, 1/100 ഇതെന്ത് വരും? 1/1000. ഇനി എങ്ങനെ പ്ലേസ് വാല്യൂ എഴുതുന്നത്? 0 × 1 പ്ലസ് 0 × 1/10 പ്ലസ് 0 × 1/100 പ്ലസ് 7 × 1/1000. ക്ലിയർ ആയോ? പ്ലേസ് വാല്യൂ എഴുതുന്നത് എളുപ്പമല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് കണ്ടത്? ഡെസിമൽ നമ്പേഴ്സ് എന്താണെന്ന് കണ്ടു, അതേപോലെ തന്നെ കുറച്ച് മെഷേഴ്സ് പഠിച്ചു, പിന്നെ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനും അതേപോലെ തന്നെ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും പഠിച്ചു, പ്ലേസ് വാല്യൂ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡെസിമൽ നമ്പറിൻ്റെ ലാർജും സ്മോൾ വാല്യൂം മനസ്സിലാക്കുന്നത് എന്നാണ്. നമുക്കൊരു ചോദ്യം നോക്കിയാലോ? മോർ ആൻഡ് ലെസ്. ഫൈൻഡ് ദ ലാർജർ ആൻഡ് ഈച്ച് ഓഫ് ദ പെയർ ഗിവൺ ബിലോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന പെയറിൽ ഏതാണ് ലാർജർ നമ്പർ എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ചോദ്യം നോക്കിയേ. ഒരു 1.7 സെൻറ്റിമീറ്ററും 0.8 സെൻറ്റിമീറ്ററും ആണ് തന്നിരിക്കുന്നത്. രണ്ട് മെഷർ എങ്ങനെയാണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി എന്ത് നോക്കിയാൽ മതി? ഈ നമ്പറിൽ ഏതാണ് വലുത്? 1.7 ആണോ 0.8 ആണോ വലുത്? ഏതാണ് വലുത്? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാമല്ലോ. ഏതാണ് വലുത്? 1.7 ആണ് എന്ത്? വലിയ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ശരി ഉത്തരം ഏതാണ്? 1.7 സെൻറ്റിമീറ്റർ ആണ് ലാർജർ വാല്യൂ എന്ന് പറയുന്നത്. വേറൊരു ചോദ്യം നോക്കിയാലോ? 2.35 കിലോഗ്രാം ആൻഡ് 2.47 കിലോഗ്രാം രണ്ടും എങ്ങനെയാണ് മെഷർ? കിലോഗ്രാമിലാണല്ലേ? അപ്പോൾ അതിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ നമുക്കിനി എന്ത് മാത്രം നോക്കിയാൽ മതി? നമ്പർ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് നമ്പർ ഏതാണ്? 2.35. സെക്കൻഡ് നമ്പർ ഏതാണ്? 2.47. ഇതിലെന്താണ്? രണ്ടും 2 ആണ്. അപ്പോൾ നമുക്കിനി എന്താ നോക്കണ്ടേ?
പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വലിയ നമ്പർ ഏതാണെന്ന് നോക്കാം. ആദ്യത്തിൽ നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് 3, 5 ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേൽ നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് 4, 7 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാലോ. ഏതാണ് പോയിന്റ് കഴിഞ്ഞിട്ട് വലിയ നമ്പർ വന്നിരിക്കുന്നത്? ഈ രണ്ടാമത്തെ അല്ലേ? അപ്പോൾ ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ? 2.47 കിലോഗ്രാം ആണ് നമ്മുടെ ലാർജർ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പോൾ ഡെസിമൽ നമ്പറിൻ്റെ വലിയ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാലോ. 8.050 ലിറ്റർ ആൻഡ് 8.500 ലിറ്റർ, രണ്ടും ലിറ്റർ അളവിലാണ്. അപ്പോൾ ഇതിൽ 8.050 ആണോ അതോ 8.500 ആണോ വലുത്? എന്താണ് ചെയ്യേണ്ടത്? രണ്ടും എന്താണ്? 8 പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ വാല്യൂസ് നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റത്തെ നമ്പറിൽ ഏതാ വന്നിരിക്കുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ട് 0 ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഡെസിമലിലോ പോയിന്റ് കഴിഞ്ഞിട്ട് ഏതാ വന്നിരിക്കുന്നത്? 5 ആണ് വന്നിരിക്കുന്നത്. ഏതാണ് വലുത്? 0 ആണോ 5 ആണോ വലുത്? 5 അല്ലേ വലുത്? അപ്പോൾ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? 8.500 ലിറ്റർ ആണ് നമ്മുടെ ലാർജർ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ കൂട്ടാം, അതുപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ സബ്സ്ട്രാക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഡെസിമൽ നമ്പേഴ്സിൽ. നോക്കിയാലോ നമുക്കൊരു ചോദ്യം. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. സുനിത ആൻഡ് സുനീറ ഡിവൈഡഡ് എ റിബൺ ബിറ്റ്വീൻ ദം. Sunita got 4.85 meter and Sunira got 3.75 meter. What was the length of the original ribbon? എന്ത് ചെയ്തു? സുനിതയും സുനീറയും അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ റിബൺ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഒരു നല്ല നീളമുള്ള റിബൺ ഉണ്ടായിരുന്നു, അവർ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. സുനീതയ്ക്ക് എത്ര കിട്ടി? നമ്മുടെ സുനിതയ്ക്ക് 4.85 മീറ്റർ ആണ് കിട്ടിയത്. അതേപോലെ തന്നെ സുനീറയ്ക്ക് കിട്ടിയത് 3.75 മീറ്റർ ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ റിബണിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് വാല്യൂയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ പോരെ? പ്ലസ് ചെയ്താൽ പോരെ? എങ്ങനെയാണ് ചെയ്യാം? അതായത് ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ലെങ്ത് എന്ത് വരും? നമ്മുടെ സുനിതയ്ക്ക് കിട്ടിയത് 4.85 ആയിരുന്നു, പ്ലസ് സുനീറയ്ക്ക് കിട്ടിയത് 3.75 ആണ്. ഡെസിമൽ നമ്പർ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ 3.75. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഈ പോയിന്റ് എഴുതുമ്പോൾ സെയിം ആയിട്ടായിരിക്കണം. ഡെസിമൽ നമ്പർ ദശാംശ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ പോയിന്റ് നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കണം? സെയിം ആയിട്ടാണ് പോയിന്റ് വരേണ്ടത്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 4.85 പ്ലസ് 3.75 എത്ര കിട്ടും? 0.68. എത്ര കിട്ടി? 8.60 മീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ റിബണിൻ്റെ ലെങ്ത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ചോദ്യം നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. The sides of a triangle are lengths 12.4 cm, 16.8 cm and 13.7 centimeters. What is the perimeter of the triangle? എന്താണ്? നമ്മുടെ ട്രയാങ്കിൾ ആണല്ലോ തന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എത്ര തന്നിരിക്കുന്നത്? 12.4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, 13.7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 16.8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യണം? നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം, ചുറ്റളവ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? എങ്ങനെയാണ്? എല്ലാ സൈഡും കൂടെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആഡ് ചെയ്താൽ മതി അല്ലേ? ടോട്ടൽ സൈഡ്, അതായത് A+B+C ചെയ്താൽ മതി അല്ലേ? ഇവിടെ നമ്മുടെ ഡെസിമൽ നമ്പറിലല്ലേ നമ്മൾക്ക് സൈഡ് തന്നിരിക്കുന്നത്, നമ്മൾക്ക് ഡെസിമൽ നമ്പേഴ്സിലാണ് സൈഡ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന അളവ് എല്ലാം കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ അളവ് ഏതാണ്? 12.4 പ്ലസ് അടുത്ത നമ്പർ ഏതാണ്? 16.8, അടുത്തത് 13.7. ഇവിടെ നോക്കിയേ, പോയിന്റ് വന്നിരിക്കുന്നത് കണ്ടോ? കറക്റ്റ് ഒരേ പൊസിഷനിലാണ് പോയിന്റ് വന്നിരിക്കുന്നത്. നമ്മൾ പോയിന്റ് എഴുതുമ്പോൾ ഒരിക്കലും തെറ്റിച്ച് എഴുതരുത്. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുന്നത്. എത്രയാണ് ആൻസർ വരുന്നത്? ഇത് കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 9 വരും. ഈ പോയിന്റ് അതേപോലെ തന്നെ ഇറക്കി എഴുതാം. അവിടെ എത്ര വരും? 2 വരും, 4 വരും. എത്ര വന്നു ആൻസർ? 42.9 ആണ് പെരിമീറ്റർ വരുന്നത്. ക്ലിയർ ആയോ? പെരിമീറ്റർ എത്രയാണ്? 42.9
സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ എന്ത് വരുന്നത്, ചുറ്റളവ് വരുന്നത്. മനസ്സിലായോ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് കൂട്ടുന്നത്? എളുപ്പമല്ലേ? എല്ലാവരും ചെയ്തോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്നാണ്. നമ്മൾ എപ്പോഴും നമ്പേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാറ്? വലിയ നമ്പേഴ്സ് മുകളിൽ എഴുതും അല്ലേ? ടോപ്പിൽ നമ്മൾ എന്ത് എഴുതും? വലിയ നമ്പേഴ്സ് എഴുതും. ചെറിയ നമ്പേഴ്സാണ് നമ്മൾ താഴെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള ചോദ്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കിയാലോ. Which number added to 16.254 gives 13? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിൻ്റെ കൂടെ 16 ഈ നമ്പർ നമുക്ക് അറിയില്ല കേട്ടോ. ഈ നമ്പറിൻ്റെ കൂടെ 16.254 ആഡ് ചെയ്തപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 30. 30 നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്പർ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ വലിയ നമ്പർ ഏതാ? 30. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 16.254 ആഡ് ചെയ്തപ്പോൾ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ആ നമ്പർ കണ്ടുപിടിക്കുക? അതായത് 30-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്താൽ പോരെ, മൈനസ് ചെയ്താൽ പോരെ. എങ്ങനെ 30-ൽ നിന്ന് മൈനസ് ചെയ്യാം? ഇവിടെ നോക്കിയേ, ഇവിടെ 16.254 എന്ന് വന്നേക്കണേ. അതെന്ത് നമ്പറാ? ഒരു ഡെസിമൽ നമ്പർ ആണല്ലേ. ഈ 30-ൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 3 നമ്പേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 30-ൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? പോയിന്റ് 0 0 0 ഇട്ട് കൊടുക്കാം. ആ 3 പൊസിഷനിൽ എന്ത് ഇട്ട് കൊടുക്കാം? ഒരു 0 ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന്. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 30 മൈനസ് 16 പോയിന്റ്. എന്തിനായിരുന്നു നമ്മൾ പോയിന്റ് ഇട്ടത്? ഈ പോയിന്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും എന്ത് വേണം? ഈ പോയിന്റിൻ്റെ തൊട്ട് താഴെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ നമ്പർ എഴുതുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ. അപ്പോൾ എന്ത് വരും? 16.254 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? ഇവിടെ എത്ര വരാം? 6 4 7 3 1. ആൻസർ കിട്ടിയോ? എത്രയാണ്? 30.000 മൈനസ് 16.254 ചെയ്തപ്പോൾ മൈനസ് ചെയ്തപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? 13.746 ആണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 13.746-ഉം 16.254-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 30 ആൻസർ കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ സബ്സ്ട്രാക്റ്റ് ആണ് ചെയ്തത്. ഓക്കെ. ഇതേപോലെ തന്നെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? നോക്കാം. ഫൈസൽ ട്രാവൽ 3.75 kilometers ഓൺ ബൈസൈക്കിൾ. എന്താണ്? ഫൈസൽ എന്ത് ചെയ്തു? ഒരു 3.75 kilometer ബൈസൈക്കിളാണ് പോയിരിക്കുന്നത്. ബൈസൈക്കിൾ എത്രയാണ്? 3.75 kilometer അവൻ ബൈസൈക്കിളിലാണ് പോയത്. 12.5 kilometer ഇൻ എ ബസ്. എത്ര കിലോമീറ്റർ ആണ് ബസ്സിൽ പോയത്? 12.5 kilometer ബസ്സിനാണ് പോയത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബൈസൈക്കിളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 2 നമ്പേഴ്സ് വന്നു. ബസ്സിൽ എത്ര വന്നു? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ് വന്നിട്ടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ. ദ റിമൈനിങ് ഡിസ്റ്റൻസ് ഓൺ ഫുഡ്. ബാക്കി എന്ത് ചെയ്തു? അവൻ നടന്നാ പോയെ. അപ്പോൾ കുറച്ച് സ്ഥലം എന്ത് ചെയ്തു? സൈക്കിളിന് പോയി. കുറച്ച് അവൻ എന്ത് ചെയ്തു? ബസ്സിനാണ് പോയത്. കുറച്ച് ഭാഗം അവൻ എന്താ ചെയ്തത്? നടന്നാണ് പോയത്. ഹി ട്രാവൽഡ് 17 kilometer ഇൻ ഓൾ. ടോട്ടൽ എത്ര സഞ്ചരിച്ചു അവൻ? 17 കിലോമീറ്ററോളം അവൻ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഹി വോക്ക്. എത്ര ഡിസ്റ്റൻസ് ആണ് അവൻ നടന്നു പോയത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്? ടോട്ടൽ എത്രയാണ് പോയത്? 17 കിലോമീറ്റർ ആണ് ടോട്ടൽ പോയത്. ഇവിടെ നോക്കിക്കേ, ഒരെണ്ണത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂസ് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂസേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ പോയ 17 കിലോമീറ്ററിൽ നിന്ന് എന്ത് ചെയ്യാം? 3.75 മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 2 0 ഇട്ട് കൊടുക്കാം അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 zeros ഇട്ട് കൊടുക്കാം. മൈനസ് 3.75 ചെയ്യാം. അപ്പോൾ 17-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? സൈക്കിളിന് പോയ ദൂരം നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? 5 2 3 1. 13.25 സൈക്കിളിന് പോയ ദൂരം കുറച്ചു. ഇനി എന്ത് ചെയ്യണം? അവൻ ബസ്സിന് പോയ ദൂരം കുറച്ചാൽ മതി അല്ലേ? ബാക്കിയുള്ളതായിരിക്കും എന്ത്? അവൻ നടന്നു പോയ ദൂരം. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ബസ്സിന് പോയ 12.5 എന്ന് പറയുന്ന ആ ദൂരം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും? പോയിന്റ് ശ്രദ്ധിക്കണം. ഇവിടെ പോയിന്റ് ഉണ്ട്. 12.5 ആണ് വന്നിരിക്കുന്നത്. ഇപ്പുറത്ത് എന്ത് വരും? 12 എന്ന് വരും.
ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 5 7 ഇവിടെ എന്ത് വരും? 0 വരും അല്ലേ? എത്രയാണ്? 0.75. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 0.75 കിലോമീറ്റർ ആണ് അവൻ നടന്നു പോയിട്ടുള്ള ദൂരം. ക്ലിയർ ആയോ? എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനും പഠിച്ചു, സബ്സ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? എന്താണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പഠിച്ചു അല്ലേ? പിന്നെ കുറച്ച് മെഷേഴ്സ് പഠിച്ചു, സെൻറ്റിമീറ്ററിൻ്റെ അളവ് പഠിച്ചു, മീറ്റർ പഠിച്ചു, മില്ലിമീറ്റർ പഠിച്ചു. അതേപോലെ തന്നെ അതിനെ കൺവേർട്ട് ചെയ്യാൻ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ, മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ, അതുപോലെ തന്നെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇതെല്ലാം പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ പഠിച്ചു, ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ഇന്നെടുത്ത ക്ലാസ്സിലുള്ളത് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മിസ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്